ഹലോ ചങ്ങായിമാർ, എന്തെങ്കിലും ഓർത്താണ് എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി 2 സ്ട്രീറ്റ് ഫുഡും അതുപോലെ കുറച്ച് പവർ ബാങ്കുകളും ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം നേരം വൈകുന്നില്ല. ഈ കാണുന്നത് നമ്മൾ മലേഷ്യയിലുള്ളൊരു സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. അതായത് ഇതൊരു ഫ്രൈഡ് ചിക്കനാണ്. ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രോസ്റ്റിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് അവർ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷം കുറച്ച് മസാലപ്പൊടി, അതായത് കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെതറും. അതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റിക്ക് വരും. ആ സ്റ്റിക്ക് തന്നതിന് ശേഷം നമ്മളിതിങ്ങനെ കുത്തി കഴിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മലേഷ്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് ഒന്ന് കഴിക്കുക. നല്ല ടേസ്റ്റി ഫുഡാണ്. പിന്നെ അടുത്തത് ഈ കാണുന്നത്, ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരു മസാല ബോണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർച്ഛികമാണ്. മസാല ബോണ്ട ഒന്നല്ല ഇത്. നമ്മളെ നമ്മുടെ നാട്ടിലുള്ള ചക്ക ഉണ്ടല്ലോ, ഈ ചക്ക മുറിച്ചെടുത്ത് അതിൻ്റെ ചോള ഉണ്ടല്ലോ, ചോള കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് വേറെന്തോ ഒരു മസാലയും കൂടി ചേർത്തിട്ട് അതിൽ മുക്കിയെടുത്തങ്ങാണ്ട് ഫ്രൈ ചെയ്യുക. അതാണ് ഈ ഒരു സാധനം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കുക. ഞാനിത് വാങ്ങി കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല. കാരണം കുരുവൊക്കെ അതിനുള്ളിലുണ്ട്. കുരുവൊന്നും എടുത്ത് കളയില്ല, ആ കുരുവോട് ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുക. എല്ലാവർക്കും ഇത് ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല, എന്നാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡുകൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചേമാരെ, ഈ കാണുന്ന 3 പവർ ബാങ്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 3 പവർ ബാങ്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ആദ്യം തന്നെ ഹീറ്റ്സ് എന്ന് പറയുന്ന കമ്പനീൻ്റെ എടുക്കാം. ഇത് ഹീറ്റ്സ് എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ ഒരു അടിപൊളി 10,000 mAh വരുന്നൊരു പവർ ബാങ്കാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് പവർ ബാങ്ക്. നല്ല കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ്. പിന്നെ 10,000 mAh ആണ് കപ്പാസിറ്റി. കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നൊരു മോഡലാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ബിൽട്ടൺ ആയിട്ട് 2 കേബിൾ വരുന്നുണ്ട്. വയേർഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വയേർഡ് ആയിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിലൊരു കേബിൾ ടൈപ്പ് സിയും ഒന്ന് ലൈറ്റ്നിങ്ങും ആണ് വരുന്നത്. മൈക്രോ ഇല്ല, കാരണം മൈക്രോ ഒക്കെ ഒരുപാട് ഫോണുകൾക്കൊന്നും മൈക്രോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് സി ലൈറ്റ്നിങ് ആണ് ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ളത്. അങ്ങനെ വയേർഡ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽട്ടൺ ആയിട്ട് 2 കേബിൾ വരുന്നുണ്ട്. എക്സ്ട്രാ കേബിൾ നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത ഒന്ന്, ഇതിനൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ഈ വയർലെസ് പവർ ബാങ്കിനൊക്കെ സ്റ്റാൻഡ് കൊടുക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാട്ടോ. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് വയർലെസ് പവർ ബാങ്ക് വാങ്ങുക എന്നുള്ളത്. പിന്നെ ഇതിന്റെ ചാർജിങ് സ്പീഡ് പറയുന്നത് 22.5 വാട്ട്സ് സ്പീഡിലാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. വയേർഡ് ചാർജിങ് ആണ് പറഞ്ഞത്. പിന്നെ വയർലെസ് ചാർജിങ്ങിന്റെ സ്പീഡ് പറയുന്നത് 15 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മോഡലാണ്. ക്വാളിറ്റിയിലൊരു ബോഡിയും നല്ല ക്വാളിറ്റിയിലെ കേബിളും അതിലേറെ ക്വാളിറ്റിയിലൊരു നല്ല അടിപൊളി സ്റ്റാൻഡും ഒക്കെ വരുന്നുണ്ട്. 10,000 mAh കപ്പാസിറ്റിയും വരുന്നുണ്ട്. പിന്നെ ഇതിന് എക്സ്ട്രാ വരുന്നത് ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടൈപ്പ് സി പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പവർ ബാങ്കും ചാർജ് ചെയ്യാം. ഇനി നിങ്ങളുടെ അടുത്ത് വല്ല PD കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേബിൾ വെച്ച് നിങ്ങൾക്ക് വേറെ ഫോണും ചാർജ് ചെയ്യാം. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. അടുത്തത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പവർ ബാങ്കാണ്. ഇത്രയും ഓപ്ഷനൊന്നുമില്ല, പക്ഷെ കാണാനൊരു വെറൈറ്റി ലുക്ക് തോന്നുന്ന ഒരു പവർ ബാങ്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പവർ ബാങ്ക് ആട്ടോ. ഇത് PD ആയിട്ടും ചാർജ് ചെയ്യാൻ പറ്റും, USB കേബിൾ വെച്ചും ചാർജ് ചെയ്യാൻ പറ്റും, USB to ഏതെങ്കിലും ഫോൺ വെച്ചും ചാർജ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ലുക്ക് തോന്നിയപ്പോൾ ഞാനത് വാങ്ങിയതാണ് അന്ന്. ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല, അടിപൊളി പവർ ബാങ്കാണ്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ നല്ല കട്ടിയുള്ളൊരു മോഡലാണ്. നമുക്ക് കയ്യിലൊക്കെ ഇത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതൊരു ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും കട്ടിയുള്ളൊരു പവർ ബാങ്കാണ്. പിന്നെ ഇതിന് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു USB പോർട്ടും ഒരു ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ഈ ടൈപ്പ് സി വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റേതിന് പറഞ്ഞ പോലെ തന്നെ ഇതിനും 22.5 വാട്ട്സ് സ്പീഡിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. PD ചാർജ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. USB to ഐഫോണോ അല്ലെങ്കിൽ ടൈപ്പ് സി ആണെന്നുണ്ടെങ്കിൽ നോർമൽ ചാർജിങ് കിട്ടുള്ളൂ. കാണാനൊരു വെറൈറ്റി ലുക്ക്, അത്യാവശ്യം നല്ല
നല്ലൊരു ക്വാളിറ്റിയിലൊരു പവർ ബാങ്ക് ആണ്. പിന്നെ അതാ ഈ ഭാഗത്ത് നടുക്ക് ഭാഗത്തായിട്ട് ഒരു ഡിജിറ്റൽ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ളത്. പിന്നെ കാണാനൊരു വെറൈറ്റി ലുക്ക് അത്ര തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാനൊന്നും ഇതിനില്ല. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ളത് ഈ കമ്പനിയാണ്, ജോയ് റൂം എന്ന് പറയുന്ന ഒരു കമ്പനീന്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ജോയ് റൂം എന്ന് പറയുന്ന കമ്പനീന്റെ എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഇവർ തന്നെ സ്മാർട്ട് വാച്ച് ഉണ്ട്, അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരണ്ട്. അടിപൊളി സ്മാർട്ട് വാച്ചാണ്, നല്ല ക്വാളിറ്റി OLED ഡിസ്പ്ലേ വരുന്ന അടിപൊളി സ്മാർട്ട് വാച്ചുകളുണ്ട്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു ലേഡീസ് കളർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ലേഡീസ് കളർ തന്നെയാണ്. ഒരു കളറ് നല്ലൊരു അടിപൊളി പവർ ബാങ്ക് ആണ്. കാണാൻ നല്ലൊരു അടിപൊളി ചുരുക്കൊക്കെ ഉള്ള നല്ലൊരു മോഡലാണ്. കയ്യിൽ ഒതുങ്ങുന്നൊരു മോഡലാണ്, പക്ഷെ കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഒരു ഫോൺ വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. വയർലെസ് ചാർജിങ് ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയും പിടിക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കേബിൾ വെച്ച് ഇങ്ങനെ തൂക്കി പിടിക്കാനും പറ്റും. ബിൽട്ടൻ ആയിട്ടൊരു കേബിൾ വരുമ്പോഴും അതുപോലെ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് കേബിൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് നടക്കാനൊക്കെ വളരെ ഉപകാരമാണ്. നല്ല അത്യാവശ്യം കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ബോഡി അറിയുന്നത് നല്ല ക്വാളിറ്റി ബോഡിയാണ്. പെട്ടെന്ന് നിലത്ത് വീണാലൊന്നും പെട്ടെന്ന് പൊട്ടുക അല്ലെങ്കിൽ ഡാമേജ് ആവുന്നില്ല. ബിൽട്ടൻ ആയിട്ട് 2 കേബിൾ വരുന്നുണ്ട്. കേബിൾ ഒന്ന് ടൈപ്പ് സി, ഒരു ലൈറ്റ്നിങ്ങും ആണ് വരുന്നത്. ഒരു ടൈപ്പ് സി വരുന്നുണ്ട്, ഒരു ലൈറ്റ്നിങ്ങും വരുന്നുണ്ട്. ഈ 2 കേബിളും 22.5 വാട്ട്സിലാണ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഒരു USB പോർട്ട് വരുന്നുണ്ട് ഇതിന്. എക്സ്ട്രാ USB പോർട്ട് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൽ ആ പോർട്ട് വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് പറഞ്ഞാൽ ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിജിറ്റൽ ഇൻഡിക്കേറ്റർ. നമ്മളെ പവർ ബാങ്കിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ചുരുക്കുള്ള നല്ലൊരു അടിപൊളി പവർ ബാങ്ക്. അപ്പോൾ ഇതുപോലുള്ള ഗാഡ്ജറ്റുകളൊക്കെ ഇനിയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.